ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതീക്ഷകളൊന്നും അവസാനിക്കുന്നില്ല ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി ഈ ഒരു സീസണിൽ പുതിയൊരു കോച്ചിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഇനി പുതിയൊരു കോച്ച് വന്ന ആ ഒരു കോച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും സീസൺ തീരും. ഇനി ആകെ വിരളിൽ ഉണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഇപ്പോഴത്തെ കോച്ചുമാരായിട്ടുള്ള മൊട്ടയും പുരുഷവും വലിയ തരക്കേടൊന്നുമില്ല. സെർജിയോ ലോബേറയുടെ ടീമിനെ ഇന്നലെ അവർ മലർത്തി അടിച്ചത് അതൊരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് 2025 നല്ലൊരു വർഷമാകുമെന്ന് തന്നെ തോന്നുന്നു. കാരണം ആദ്യത്തെ എവേ മാച്ചും ഹോം മാച്ചും നല്ലൊരു വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ പ്ലേയേഴ്സിന്റെ പെർഫോമൻസും എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആ 17-കാരൻ കുറോസിംഗിന്റെ പെർഫോമൻസ് ശരിക്കും ഭാവിയിലെ ഒരു വാഗ്ദാനം തന്നെയാണ്. കുറോസിംഗ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പെപ്പർക്ക് കൊടുത്ത ആ ഒരു ത്രൂ ബോൾ ശരിക്കും പറഞ്ഞാൽ വേൾഡ് ക്ലാസ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇന്നലത്തെ മത്സരത്തിലെ ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ഗിയർ ചേഞ്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് കുറോസിംഗിനെ വിളിക്കാം. ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു അസിസ്റ്റ് കൂടി ചേർന്നപ്പോൾ ഈ ഒരു സീസണിലെ 4ാമത്തെ അസിസ്റ്റാണ് കുറോസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 4 അസിസ്റ്റാണ് നൽകിയിരിക്കുന്നത്. ലൂണയോടൊപ്പം തന്നെ 4 അസിസ്റ്റുമായിട്ട് അസിസ്റ്റ് പ്രൊവൈഡിങ്ങിൽ കൂടെ നിൽക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. 9 മത്സരങ്ങളിൽ നിന്നാണ് കുറോസിംഗ് 4 അസിസ്റ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കുറോസിംഗിന്റെ പെർഫോമൻസിനെ പറ്റി എന്തായാലും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത്. കുറോസിംഗിനെ പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രെഡി ലാലൻ മാവിയുടെ പേര്. ഡേ ബൈ ഡേ അല്ലെങ്കിൽ മാച്ച് ബൈ മാച്ച് ഫ്രെഡി വൺ ഓഫ് ദി ബെസ്റ്റ് DMF ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫോറിൻ സെന്റർ ബാക്ക് വേണം, അതൊരു ആചാരമായി കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഫുൾ ഓൾ ഇന്ത്യൻ ഡിഫൻസ് കളിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കളി കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോറിൻ സെന്റർ ബാക്കിനെ ഇനി കൊണ്ടുവരുന്നതിനേക്കാൾ ഒരു ഫോറിൻ ഗോൾ കീപ്പറെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്നാണ്. അല്ലെങ്കിൽ ലെസ്കോവിച്ചിനെ പോലെ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ഫോറിൻ സെന്റർ ബാക്കിനെങ്കിലും കൊണ്ടുവരണം. ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ ഗോളുകൾ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനേക്കാളും കൂടുതൽ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പേഴ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ഫോറിൻ സെന്റർ ബാക്ക് വന്നാൽ പോലും ചിലപ്പോൾ ഗോൾ കീപ്പേഴ്സിന്റെ റേസിൽ ഇനിയും ഗോളുകൾ വഴങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീൻ ഷീറ്റ് സ്റ്റാറ്റ്സ് ഉള്ള ഡിഫൻസിനെയൊക്കെ പറഞ്ഞ് കോർഡിനേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറെ കൊണ്ടുവരുന്നത് നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു. എന്തായാലും ഒരു ഫോറിൻ സെന്റർ ബാക്കിനെ കൊണ്ടുവരണോ അതോ ഫോറിൻ ഗോൾ കീപ്പറിനെ കൊണ്ടുവരണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ആരെ കൊണ്ടുവരാനാണെങ്കിലും ഈ ഒരു ജനുവരിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നടക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു മാച്ച് മാത്രം ജയിച്ചുകൊണ്ട് കാര്യമായിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഒരു ഞാനൽമേൽ കളിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും പരിക്ക് മാറി ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡ് ഹെസൂസ് ജിമിനസ് തിരിച്ചു വന്നതും ഇന്നലെ അദ്ദേഹത്തിന്റെ 10ാമത്തെ ഗോൾ ഒഡീഷയ്ക്കെതിരെ അടിച്ചതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇന്നലെ കളിച്ച പോലെ ടീമായിട്ട് കളിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നോഹയുടെ തലയിലേക്ക് മൊത്തം ഭാരവും കയറ്റി വെച്ച് അവസാനം നോഹേനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എതിർ ടീം എത്രയൊക്കെ പൂട്ടാൻ നോക്കിയാലും നോഹക്ക് അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഗോളടിക്കാനും അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്തും. 7 ഗോളുകളും 5 അസിസ്റ്റും ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹ സദോയി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ വാട്ട് എ പ്ലെയർ, സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ കളിയിൽ മാത്രമല്ല കളിക്ക് ശേഷവും കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മുഴുവൻ വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടി ഈസ്റ്റ് ഗാലറിയുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാൻസ് മൊത്തം മാനേജ്മെന്റ് ഔട്ട് എന്ന് പറഞ്ഞ് ചാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് തീരെ ഇഷ്ടപ്പെടാതായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണ തന്റെ സഹതാരങ്ങളെ വിളിച്ചുകൊണ്ടുപോയി വെസ്റ്റ് ഗാലറിയുടെ അടുത്ത് പോയിട്ട് വൈക്കിംഗ് ക്ലാപ്പ് ചെയ്തു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വൻ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് ഒരിക്കലും മാനേജ്മെന്റ് ഔട്ട് എന്ന് പറയുന്ന ചാൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തരുന്ന പൈസക്കാണ് ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ 10 വർഷമായി ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്ന ആരാധകർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാനുള്ള അവകാശവുമുണ്ട്. സോ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തായാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.